ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നിങ്ങളൊരു പെർപ്ലെക്സിറ്റി പ്രോ യൂസർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പെർപ്ലെക്സിറ്റിയുടെ AI പവേർഡ് ആയിട്ടുള്ള ബ്രൗസർ കോമറ്റ് ഇപ്പോൾ ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുണ്ട്. പെർപ്ലെക്സിറ്റി പ്രോ യൂസേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ കോമറ്റ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റ് ബ്രൗസേഴ്സ് പോലെയല്ല, ഇതൊരു AI പവേർഡ് ബ്രൗസറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് AI ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ഈ ഒരു ബ്രൗസറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വിൻഡോസ്, മാക് OS യൂസേഴ്സിന് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പ്രീ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് കോമറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ പെർപ്ലെക്സിറ്റി AI/comet എന്ന് പറയുന്ന ഈ ഒരു URL വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഗെറ്റ് കോമറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങളൊരു പ്രോ യൂസർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. കോമറ്റ് റിക്വയർസ് ആൻ ഇൻവിറ്റേഷൻ എന്നൊക്കെ ഉള്ളത് കാണിക്കും. അപ്പോൾ നമ്മളൊരു പ്രോ യൂസർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കില്ല. ഞാനൊരു പ്രോ അക്കൗണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെർപ്ലെക്സിറ്റി പ്രോ അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ എയർടെലൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നുള്ളത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയും ഞാൻ ലിങ്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ഒരു പെർപ്ലെക്സിറ്റിയുടെ പ്രോ അക്കൗണ്ടുള്ള അക്കൗണ്ടാണിപ്പോൾ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു URL വന്നിട്ടുണ്ട്. ഇപ്പോൾ perplexity.io/comet എന്നുള്ള ഈ ഒരു URL വരിക. അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് കോമറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ കാണാം. അപ്പോൾ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രോ അക്കൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ വരും. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു പ്രോ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാനും പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറയും. അപ്പോൾ ഇത് പ്രോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്, വെൽക്കം ടു കോമറ്റ്, യുവർ ഡൗൺലോഡ് ഇസ് സ്റ്റാർട്ടിങ് ഓട്ടോമാറ്റിക്കലി, ക്ലിക്ക് ബിലോ ടു റീട്രൈ മാനുവലി എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ വിൻഡോസ് സിസ്റ്റം ആണെങ്കിലും മാക് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെത് മാക് ആണ്, അതുകൊണ്ട് മാക് OS 14 ഓർ ലേറ്റർ ആയതുകൊണ്ട് ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ നമ്മുടെ പെർപ്ലെക്സിറ്റിയുടെ മെയിനായിട്ടുള്ള പല മെയിൻ അട്രാക്ഷൻസ് ഉണ്ട് പെർപ്ലെക്സിറ്റിക്ക് ഈ ഒരു കോമറ്റ് ബ്രൗസറിന്. ഒന്ന്, അതിൻ്റെ AI പവേർഡ് സെർച്ച് ആണ് ഫസ്റ്റ് ഫീച്ചർ. അപ്പോൾ ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ URL പോയി സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കോമറ്റ് തന്നെ എന്ത് ചെയ്യും, പല വെബ്സൈറ്റ്സിൽ നിന്നും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനൊരു പെർഫെക്റ്റ് സമ്മറി ഉണ്ടാക്കി നമുക്ക് തരും. നമ്മുടെ സമയം നല്ല രീതിയിൽ അവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ, യൂട്യൂബ് വീഡിയോ സമ്മറി നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് 1 മണിക്കൂറൊക്കെയുള്ള യൂട്യൂബ് വീഡിയോസ് ഫുള്ള് നമ്മളിരുന്ന് കാണേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ പറയണം ആ വീഡിയോൻ്റെ സമ്മറി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമറ്റ് AI അസിസ്റ്റൻ്റ് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു സമ്മറി നമുക്ക് പറഞ്ഞു തരും. അടുത്തൊരു ഫീച്ചർ, പ്രൈസ് കമ്പാരിസൺ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല സൈറ്റുകളിൽ പല പ്രൈസ് ആയിരിക്കുമല്ലോ സെയിം പ്രൊഡക്റ്റിന് തന്നെ. അപ്പോൾ നമുക്ക് കോമറ്റിൻ്റെ അടുത്ത് പറയാം, ഇതിൻ്റെ ഒരു പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഓഫർ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റ്സിൽ പോയിട്ട് കോമറ്റ് പ്രൈസ് ഫൈൻഡ് ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസ് ഏതാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്ത് തരും. അതുപോലെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇമെയിലൊക്കെ വായിച്ച് അതിൻ്റെ സമ്മറി നമുക്ക് തരും. അല്ലെങ്കിൽ കാലണ്ടർ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് തരും. മീറ്റിങ്ങുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഇത് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോമറ്റ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മൾക്ക് ഇമേജ് ജനറേഷൻ പോസിബിൾ ആണ്. നമുക്ക് വേണ്ട രീതിയിലുള്ള ഇമേജസ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഈ കോമറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊടുക്കാം. ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മുടെ ഏത് അക്കൗണ്ടിലാണോ നമുക്ക് പ്രോ സബ്സ്ക്രിപ്ഷൻ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം.
അപ്പോൾ ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന കോമറ്റിൻ്റെ ഒരു ബ്രൗസറിൽ വരുന്ന സ്ക്രീൻ. അപ്പോൾ നമുക്ക് ഇപ്പം പ്രോ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കോപ്പി ഇൻവിറ്റേഷൻ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോപ്പപ്പ് അവരതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്രൗസർ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രിഫറൻസസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മോഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡൊക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രിഫേർഡ് റെസ്പോൺസ് ലാംഗ്വേജ് എങ്ങനെ വേണം അതും നമുക്ക് സെറ്റൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രൗസറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളൊരു ബോക്സ് കാണാനായിട്ട് പറ്റും, ഒരു ഏരിയ കാണാനായിട്ട് പറ്റും. നമ്മൾ പെർപ്ലെക്സിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോലെ തന്നെ ഒരു ടെക്സ്റ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് അസിസ്റ്റൻ്റ് ഉണ്ട്. ഈ ഒരു അസിസ്റ്റൻ്റ് ഈ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ ഈ അസിസ്റ്റൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോസിബിൾ ആണ്. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ ഇവിടുത്തെ ഫിനാൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാറ്റഗറൈസേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പേസസ് ആണ്. അതായത് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അതുപോലെ നമുക്കൊന്ന് ഒരു ഫോൾഡർ സ്റ്റൈലിൽ നമുക്കതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഈ അസിസ്റ്റൻറ്റിനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് ടാസ്കുകളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചെക്ക് ഫോർ എനി മീറ്റിംഗ്സ് ഓർ calls scheduled for today. അപ്പോൾ നമ്മുടെ ഗൂഗിൾ കാലണ്ടറിൽ പോയിട്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇന്ന് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്ത് തരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ കണക്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണക്റ്റേഴ്സ് കിട്ടും. ഇപ്പോൾ ജിമെയിൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജിമെയിൽ വിത്ത് കാലണ്ടർ എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവരത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ജിമെയിലിൽ കാലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിംഗ്സ് എനിക്ക് അത് ഫെച്ച് ചെയ്ത് തന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലുകൾ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നുള്ളതോ അല്ലെങ്കിൽ റിപ്ലൈ സെൻഡ് ചെയ്യാൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, കോമറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്കൊരു യൂട്യൂബ് വീഡിയോ കൊടുത്തിട്ട് ആ വീഡിയോ എന്താണെന്ന് സമ്മറൈസ് ചെയ്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഇപ്പം ഞാനിവിടെ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കണ്ടൻസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് കോമറ്റ് നമുക്ക് പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കോമറ്റ് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.